ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഇന്ന് ഞാൻ കാട്ടാള സിനിമ കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് കാട്ടാള സിനിമയുടെ റിലീസാണ്. അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല കിടിലം മഴ, ഇറങ്ങിയപ്പോൾ തൊട്ടേ മഴ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കയറിയിരുന്ന് അങ്ങനെ ഇപ്പം ഞാൻ ആശാ സ്മാരകത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആ കാണുന്നതിന് ആശാ സ്മാരകം. അങ്ങനെ മഴയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഷോയ്ക്കുള്ള ടൈം അടുത്തുകൊണ്ട് നിന്നത്. അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല, മഴ നനഞ്ഞ് തന്നെ ഓടി. അപ്പോൾ ഇന്ന് സിനിമ കാണാൻ വരുന്നത് ആർക്കിടെക്ചർ മാളിൽ ആർക്കിടെക്ചർ സിനിമാസിലാണ്. ഇവിടെ തേർഡ് ഫ്ലോറിലാണ് ഈ ഒരു തിയേറ്റർ വരുന്നത്. അങ്ങനെ ലിഫ്റ്റിൽ കയറി തേർഡ് ഫ്ലോറിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങിച്ചെല്ലേൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ വരുന്നത് തിയേറ്ററിൻ്റെ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അങ്ങനെ നമ്മൾ തേർഡ് ഫ്ലോറിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു തിയേറ്ററിൻ്റെ പേരും സൈൻ ബോർഡും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലിഫ്റ്റ് ഇറങ്ങിയ ഉടനെ ടിക്കറ്റ് കൗണ്ടർ കാണാമെന്ന്. അപ്പോൾ നേരെ നോക്കണത് ആ ഒരു ടിക്കറ്റ് കൗണ്ടറാണ്. അത്യാവശ്യം നല്ല രീതിക്ക് നീറ്റായിട്ട് തന്നെ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറാണ്. അപ്പോൾ അതുകൂടെ ചേർന്നിട്ടൊരു ഓർണമെൻറ്റ്സ് വിൽക്കുന്ന ഒരു ചെറിയ ഷോപ്പുണ്ട്. അതേപോലെ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഷോപ്പും ഉണ്ട്. അപ്പോൾ നമുക്കിനി ലോബിയും ഇവിടുത്തെ കഫ്റ്റേരിയയും നോക്കാം. ഇതാണ് നല്ല അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ലോബിയും അതിൽ കൂടെ ചേർന്നിട്ട് തന്നെയാണ് കഫ്റ്റേരിയയും വരുന്നത്. ലെഫ്റ്റും റൈറ്റും ആയിട്ടാണ് സ്ക്രീൻ 1ഉം 2ഉം 3ഉം 4ഉം വരുന്നത്. ഇവിടെ മൊത്തം 4 സ്ക്രീനുണ്ട്. സ്ക്രീൻ 1ഉം 2ഉം 2K ഡോൾബി 7.1ഉം 3ഉം 4ഉം RGB 4K ഡോൾബി അറ്റ്മോസ്റ്റാണ്. അപ്പോൾ ഇവിടെ 4 സ്ക്രീനുണ്ട്. 4 സ്ക്രീനിലും സിനിമ അത് കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ കൂടെ കാണിച്ചേക്കാം. ഇതാണ് സ്ക്രീൻ 1ഉം 2ഉം. ഇനി നേരെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു സെൽഫി പോയിൻ്റൊക്കെ കാണാം. തിരുവനന്തപുരം എഴുതിയിരിക്കുന്ന TVM ആണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ടാണ് സ്ക്രീൻ 4 വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സിനിമ കാണാനായിട്ട് കയറേണ്ടത്. ഇവിടെ നമ്മളെ ഷോർട്ട് ടൈം വരുന്നത് 11:40-നാണ്. അപ്പോൾ തൊട്ട് അടുത്തുള്ള സ്ക്രീൻ 3യിൽ ദൃശ്യം സിനിമ നടക്കുകയാണ്. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറി വീഡിയോ പിന്നെ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്കുള്ള ഷോർട്ട് ടൈം ആയതുകൊണ്ട് അകത്തോട്ട് കയറുന്നത്. അപ്പോൾ കയറി വരുമ്പോഴത്തേക്ക് നല്ല റെഡ്മയമായിട്ടുള്ള സീറ്റിംഗ് ആണ് ഫുള്ള്. ഇവിടെ മൊത്തം 3 കാറ്റഗറിയാണുള്ളത്. ഈ 3 കാറ്റഗറിയിൽ ആദ്യത്തെ 2 കാറ്റഗറിയിലും ഒരേ സീറ്റ് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഹൈറ്റിനനുസരിച്ചാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 3 കാറ്റഗറിയിൽ അതിൽ ആദ്യം സിൽവർ 220, പ്ലാറ്റിനം 240, ഗോൾഡ് 400, ഇങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ മൊത്തത്തിലുള്ള വ്യൂ നോക്കാം. ഇതാണ് ഇവിടുത്തെ സ്ക്രീൻ. അത്യാവശ്യം നല്ല നീറ്റായിട്ട് വലിയൊരു സ്ക്രീൻ തന്നെയാണ്, തരക്കേടില്ല. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് സ്ക്രീനിൽ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ തന്നെ സിനിമ കണ്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇവിടെ സ്റ്റെപ്പ് ബേസാണ് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് സിനിമ കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്ലാറ്റിനം പ്ലസ് ഡോൾബിയുടെ സ്പീക്കറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയേറ്റർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ സീറ്റിൽ ചെറിയൊരു എന്തോ ഒരു ഫീലിംഗ് കുറവുണ്ടായിരുന്നു. അതാ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് സിനിമ കണ്ട് ആസ്വദിക്കാൻ പറ്റും. നല്ല പിക്ക് സൗണ്ടും എല്ലാം ഉണ്ട്. ഓക്കെയാണ്.